പാരമ്പര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ SLE എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനകത്ത് പാരമ്പര്യ ഘടകങ്ങൾ 60% വരെയും പാരമ്പര്യ ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന ഒരു പാരമ്പര്യപരമായിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഇതിനകത്ത് ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മൾ പാരമ്പര്യം നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ മകന് വരും, അച്ഛനും അമ്മയ്ക്കും ഇല്ലെങ്കിൽ വരില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ തീർച്ചയായിട്ടും മകന് വരും. അങ്ങനെ ഒരു രീതിയിലല്ല ഈ SLE പോലുള്ള സന്ധിവാതങ്ങൾ വരുന്നത്. പ്രധാനമായിട്ടും മൾട്ടി ഫാക്ടോറിയൽ, മൾട്ടി ജനറ്റിക്, ഒന്നിലേറെ ജീനുകൾ, അച്ഛൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒന്നിലേറെ ജീനുകൾ, ഈ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ജീനുകൾ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ വഴി SLE പോലുള്ള അസുഖത്തിൻ്റെ റിസ്ക് കൂടുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. SLE ഉള്ള ഒരു രോഗിക്ക് ആ രോഗിയുടെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കോ അച്ഛനോ അമ്മയ്ക്കോ കുട്ടികൾക്കോ SLE പോലുള്ളൊരു അസുഖം വരാനുള്ള ചാൻസ് 8 times ഹയറാണ്. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് SLE ഉണ്ട് എങ്കിൽ എൻ്റെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിൽ ഒരാൾക്ക് SLE ഉണ്ടെങ്കിൽ എനിക്ക് ആ SLE പോലുള്ള അസുഖം വരാനുള്ള ചാൻസ് 8 സാധാരണ ജനത്തിനിടയിലുള്ളതിനേക്കാളും 8 ഗുണം അധികമാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ഫാക്ടർ കൂടെ ഉണ്ട്. SLE എന്ന് പറഞ്ഞ അസുഖം പൊതുവേ ഒരു റെയറായിട്ടുള്ള അസുഖമാണ്. നമ്മളൊരു 10,000-ൽ 4 പേർക്ക് 6 പേർക്ക് വരുന്നൊരു അസുഖമാണ് SLE. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ റിസ്ക് 8 times ഹയർ ആണെങ്കിൽ പോലും 10,000, അതായത് എൻ്റെ ഫാമിലിയിൽ 10,000 ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 40-50 പേർക്ക് ഇത് വരുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 200-ൽ ഒരാൾക്ക് വരാനുള്ള സാധ്യത. അപ്പം റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ റിസ്ക് അത്ര അധികമല്ല എന്നതും ഒരു ഫാക്ടറാണ്. പാരമ്പര്യത്തിന് പുറമെ മറ്റ് ഫാക്ടേഴ്സ് ഇതിന് കാരണമാകാമെന്നതും വളരെ സാധാരണമായൊരു സംശയം തന്നെയാണ്. നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് ഒരു ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. പൊതുവെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്മോക്കിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആമവാദം, SLE തുടങ്ങിയ അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത സാധാരണ ജനത്തെക്കാളും സ്വല്പം കൂടെ കൂടുതലാണെന്നും, അതുമാത്രമല്ല ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അസുഖത്തിൻ്റെ തീവ്രതയും വളരെ അധികമാണ് എന്നും പഠനങ്ങളും നമ്മുടെ അനുഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇതിന് പുറമെ ചില ഇൻഫെക്ഷൻസ്, നമ്മൾ പ്രത്യേകിച്ചും വൈറൽ ഇൻഫെക്ഷൻസ്, നമ്മൾ അത്ര കോമൺ ആയിട്ട് കേൾക്കാറുള്ള പദങ്ങളല്ലെങ്കിലും വളരെ സാധാരണമായി കാണുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസ്, EBV, CMV എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത് വളരെ യുബിക്വിറ്റസ് എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായ വൈറസുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. പക്ഷേ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, ശരീരത്തിൽ വരുന്ന ഇൻഫെക്ഷനുകളും SLE പോലുള്ള അസുഖത്തിന് കാരണമാകും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ തിരിയുന്നു. അപ്പോൾ നമുക്ക് ശരീരത്തിലൊരു ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ നീർക്കെട്ടുണ്ടാകുന്നതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാഹകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡാണ്. ബ്ലഡിലാണ് ബേസിക്കലി ഇൻഫ്ലമേഷൻ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ഒഴുകുന്ന രക്തക്കൊഴലുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബ്ലഡ് ഒഴുകുന്ന രക്തക്കൊഴലുകൾ ഈ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള കമ്പണൻസ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് പോകുന്ന രക്തക്കൊഴലുകളിലൂടെ പോകുമ്പോൾ ഈ രക്തക്കൊഴലുടെ വാളുകൾക്ക് അതിൻ്റെ ചുറ്റും അതിനകത്തും ഈ നീർക്കെട്ട് പടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്തക്കൊഴൽ ഒരു ഇൻഫ്ലമേറ്ററി സിറ്റുവേഷൻ, അതായത് നീർക്കെട്ട് വരുന്ന സിറ്റുവേഷൻ വരാം. ഈ സിറ്റുവേഷൻ പ്രത്യേകിച്ചും നമ്മളിപ്പം അസുഖത്തിൻ്റെ തീവ്രത അനിയന്ത്രിതമായി കൊണ്ടുപോവുകയാണ്, വർഷങ്ങളോളം ഈ അസുഖം അനിയന്ത്രിതമായി പോകുന്നു, ഈ ഇൻഫ്ലമേഷൻ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ ഈ രക്തക്കൊഴലുകൾക്ക് നമ്മുടെ കൊളസ്ട്രോൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ കൂടുമ്പം സംഭവിക്കുന്ന പോലെ തന്നെ രക്തക്കൊഴലുകൾക്ക് അടവ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങളുള്ള രോഗികൾക്ക്, ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങളും പ്രത്യേകിച്ചും അനിയന്ത്രിതമായ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങളുള്ള രോഗികൾക്ക് സ്ട്രോക്ക്, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രക്തക്കൊഴലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, രക്തക്കൊഴലിൻ്റെ അടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എത്രത്തോളമാണ് ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക്, അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള സാധ്യതയുണ്ടോ, അത്രത്തോളം തന്നെ സാധ്യത ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരാൾക്ക് ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വരാനുണ്ട് എന്ന് വളരെ നല്ല പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളെ വളരെ നേരത്തെ തന്നെ കണ്ടെത്തി നല്ല കൺട്രോളിൽ, നീർക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക വളരെ പ്രധാനമാണ്. ഇതിന് പുറമെ SLE പോലുള്ള അസുഖങ്ങളിൽ ശരീരത്തിലുണ്ടാകുന്ന ചില പ്രത്യേക ആൻറ്റിബോഡികൾ, ഇത് ബ്ലഡ് ക്ലോട്ടിനെ, അതായത് ആൻറ്റികാർഡിയോലെപ്പിൻ ആൻറ്റിബോഡീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൻറ്റിബോഡികൾ ബ്ലഡിൽ ഉണ്ടാകാറുണ്ട്. ഇത് സ്വയം രക്തം ക്ലോട്ട് ചെയ്യാനുള്ളൊരവസ്ഥ, അതായത് രക്തക്കൊഴൽ ക്ലോട്ട് ചെയ്ത് അടയാനുള്ളൊരവസ്ഥ ഉണ്ടാകുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാരുള്ള സ്ട്രോക്ക്, ചെറുപ്പക്കാരുള്ള ഹാർട്ട് അറ്റാക്ക് ഒക്കെ കാരണമാകാനും സാധ്യതയുണ്ട്.
സന്ധിവാത രോഗങ്ങൾ എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്ന് അല്ലേ, ഡോക്ടറെ സമീപിക്കേണ്ടത് എപ്പോഴാണെന്ന്. സന്ധിവാത രോഗമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ എത്രയും വേഗം തുടങ്ങണം. അതിനകത്ത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. വളരെ നല്ല പഠനങ്ങൾ കഴിഞ്ഞ 20-25 വർഷമായിട്ടുള്ള പഠനങ്ങളുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയാലും SLE ആയാലും എത്രയും നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നു അത്രയും നല്ല റിസൾട്ട് പേഷ്യൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ വേദനയും സന്ധിവാത രോഗങ്ങളല്ല. നമ്മൾ കാണുന്ന 1-2 ദിവസത്തെ വേദന, അല്ലെങ്കിൽ ഒരു മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ മുട്ട് വളഞ്ഞിട്ടുണ്ടാകുന്ന വേദന, ഇതെല്ലാം നമ്മൾ സന്ധിവാത രോഗങ്ങളായിട്ട് കണക്കാക്കാൻ പാടില്ല. സന്ധിവാത രോഗങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾക്ക് വളരെ വ്യക്തമായ രോഗലക്ഷണങ്ങളുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാലാവധി തന്നെയാണ്. ഒരു വേദന തുടങ്ങുന്നു, ആ വേദന 1 ദിവസം 2 ദിവസം നിൽക്കുന്നൊരു വേദന സന്ധിവാത രോഗമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഒരു 6 ആഴ്ച അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ളൊക്കെ നിൽക്കുന്നൊരു വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സന്ധിവാത രോഗവും അതിൻ്റെ ഒരു പോസിബിലിറ്റി ആയിട്ട് മനസ്സിൽ വരേണ്ടതാണ്. ഈ വേദനയ്ക്ക് പുറമെ നമ്മുടെ ജോയിൻറ്റിൽ വരുന്ന നീർക്കെട്ട്, അതായത് വേദനയുള്ള അതേ ജോയിൻറ്റ് നീർക്കെട്ടുണ്ടെങ്കിൽ, ആ ജോയിൻറ്റ് തൊടുമ്പോൾ വളരെ ചൂടായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റ് ഇൻഫ്ലമേറ്ററി സിംറ്റംസ്, അതായത് ക്ഷീണം, പനി, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, നേരത്തെ സൂചിപ്പിച്ച മുടി കൊഴിച്ചിൽ, സ്കിന്നിൽ വരുന്ന ത്വക്കിൽ വരുന്ന ചേഞ്ചസ്, പിന്നെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കാഠിന്യമുള്ള വേദന, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് സന്ധിവാത രോഗമാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള റൊമറ്റോളജിസ്റ്റിനെ സമീപിച്ച് അതിൻ്റെ ചികിത്സ ആരംഭിക്കേണ്ടതാണ്.